ശ്രീമതി ടീച്ചർ, ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ മഹല്ലുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിന്റെ വാർത്തയാണ്. ഇസ്ലാമിക ആഘോഷങ്ങളിൽ സ്ത്രീകളെ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കരുത് എന്നാണ് സമസ്ത കാന്തപുരം വിഭാഗം പറഞ്ഞിരിക്കുന്നത്. അന്യപുരുഷന്മാർക്കിടയിൽ വേദിയിലോ പൊതുയിടത്തിലോ സ്ത്രീകളെ കൊണ്ടുവരരുത് എന്ന കാര്യം പറയുന്നു. സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത് എന്ന വാക്കാണ് പറയുന്നത്. ഇപ്പോൾ ഈ പുതിയ കാലത്തും ഇത്തരം പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന കാന്തപുരത്തെ പോലുള്ള നേതാക്കളെ എങ്ങനെയാണ് കാണുന്നത്? ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ശരിയാണ് വരുന്നത്. ഈ പ്രദർശനം എന്ന വാക്ക് തന്നെ എങ്ങനെയാണ് ഒരു ജീവനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നത്? പ്രദർശിപ്പിക്കുക വസ്തുക്കളെയാണ് പ്രദർശിപ്പിക്കുക. ജീവനില്ലാത്ത വസ്തുക്കൾ പ്രദർശനത്തിന് വെക്കാറുണ്ട്. ഈ സ്ത്രീയെ പ്രദർശനത്തിന് വെക്കുമോ? ഇസ്ലാമിക മതത്തിൽ അങ്ങനെ എവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ പ്രദർശനം? അപ്പൊ സ്ത്രീയെ മഹാനായ മുഹമ്മദ് നബി വളരെ ആദരവോടും വളരെ ഏറെ സ്ത്രീകളോട് പരിഗണന കൊടുക്കണം എന്നുള്ള രീതിയിലാണ് മതം പറയുന്നത്. പക്ഷെ മതമേധാവികളുടെ ഭാഗത്ത് നിന്ന് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത്. ഇത് ആരാണ് ഈ പ്രദർശിപ്പിക്കേണ്ടത്? സ്ത്രീകളെ നയിക്കാൻ ആരാണ് നിയോഗിക്കപ്പെട്ടവർ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത്തരം ഒരു പ്രയോഗം ആര് തന്നെ നടത്തിയാലും, എത്ര ഉന്നത സ്ഥാനത്തിരുന്ന് നടത്തിയാലും അതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിശക്തമായിട്ട് ഇത്തരം പ്രയോഗങ്ങളെ, ഇത്തരം ഭാഷകളെ, പ്രദർശനം, സ്ത്രീയെ പ്രദർശിപ്പിക്കുക എന്ന ആ ഒരു വാക്ക് തന്നെ അങ്ങേറ്റം അധിക്ഷേപാർഹമാണ്. അത് പിൻവലിക്കണം എന്നുള്ളതാണ്. ആര് തന്നെ പറഞ്ഞാലും മതമേധാവികളൊക്കെ ബഹുമാന്യരായിരിക്കാം, പക്ഷെ സ്ത്രീകളോട് കാണിക്കുന്ന ഈ അവഗണനയും ഈ അധിക്ഷേപവും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വിനയപൂർവ്വം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. ശ്രീമതിയോടും അതുപോലെ ചാനലുകാരോടും പറയാനുള്ളത്, കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാര് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയും, മനസ്സിലായില്ലേ? അപ്പൊ അത് പറയുമ്പോൾ അത് നിങ്ങളോട് ആരോടുമല്ല പറയുന്നത്, വിശ്വാസി സമൂഹത്തോടാണ് പറയുന്നത്. വിശ്വാസി സമൂഹത്തോടാണ് പറയുന്നത്. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിൽ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. അത് വിശ്വാസി സമൂഹം അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ചാനലുകാർ എന്ത് പറയുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് പറയുന്നു എന്നുള്ളതൊന്നല്ല വിഷയം. ശ്രീമതിയെ പോലുള്ളവര് കമ്മ്യൂണിസം പറഞ്ഞോട്ടെ, മതപണ്ഡിതന്മാരെ മതം പറയും, ദീന് പറയും, അവർ ഉമ്മത്തിന് നിർദ്ദേശം നൽകും. അതിന് നിങ്ങൾക്കൊന്നും ഇത്രമാത്രം അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഈ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്, അത് ഭയങ്കര മഹാപാപമാണ് എന്നാണ് പറയുന്നത്. അതിന് ശ്രീമതി പറയുന്നത് ഈ ജീവനില്ലാത്ത വസ്തുക്കളെയാണ് സാധാരണ പ്രദർശിപ്പിക്കല്, ജീവനുള്ള വസ്തുക്കളെ പ്രദർശിപ്പിക്കാറില്ല എന്നൊക്കെ. ഈ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ശ്രീമതി പറയുന്നതാണോ ആ വാക്കിൻ്റെ അർത്ഥം? ശ്രീമതി പറഞ്ഞത് ജീവനില്ലാത്ത വസ്തുക്കളെയാണ് പ്രദർശിപ്പിക്കുന്നത്, ജീവനുള്ള വസ്തുക്കളെ പ്രദർശിപ്പിക്കാറില്ല എന്ന്. ജീവനുള്ള വസ്തുക്കളെ പ്രദർശിപ്പിക്കാറുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ചില ഈ പറയുന്ന പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം അത് മറ്റൊരാൾ അതിനെ മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നുള്ളതാണ് ഈ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ? സ്വമേധയെ അല്ലാതെ വേറൊരാൾ അതിനൊരു വേദി ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ട എന്നുള്ളതാണ് ഈ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പോൾ ശ്രീമതി പറഞ്ഞ പോലെ വസ്തുക്കളെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുക്കൾ സ്വയമേ വന്നിട്ട് അത് ചെയ്യോ? അല്ല, അത് മറ്റൊരാൾ അതിനെ ചെയ്യണം. അതുപോലെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും അതിന് ഒരു മുൻകൈ എടുത്ത് ഒരു സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് ഈ പറയുന്ന രീതിയിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്രീമതിയുടെയൊക്കെ ഒരു വല്ലാത്ത, ശ്രീമതിക്ക് ആ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞതാണ് ശ്രീമതിക്ക് തീരെ ഇഷ്ടപ്പെടാതിരുന്നത്. ശ്രീമതിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, ശ്രീമതിയൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും അതിൻ്റെ ചട്ടക്കൂടും അതിൻ്റെ എന്താ പറയേണ്ട നിയമാവലിയും ഇതൊക്കെ തീരുമാനിക്കുന്നത് മതത്തിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്. അല്ലാതെ AKG സെൻറ്ററിൽ ഇരുന്ന് പരിപ്പോടിയും കട്ടൻ ചായയും കുടിക്കുന്ന ശ്രീമതിയെ പോലെയുള്ള ടീമല്ല. ഇനി നിങ്ങൾ പരിപ്പോടിയും കട്ടൻ ചായ അല്ല, ഞങ്ങൾ ബീറാണ് അടിക്കുന്നത് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.
പക്ഷേ അവിടെ ഇരിക്കുന്നവരല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ശ്രീമതിയെ പോലെയുള്ളവര് വന്നിട്ട് അങ്ങോട്ട് കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ആളുകളെ, പണ്ഡിതന്മാരെ അങ്ങോട്ട് ചൊറിഞ്ഞിട്ട് മാന്തിയിട്ട് പോകാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അതിൻ്റെ രീതിയിൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നുള്ളത് ഈ വിശ്വാസി സമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ആ കാര്യത്തിൽ തർക്കങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് കടുത്ത പ്രതിഷേധം നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ അവകാശമുള്ളതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ വഴിവിട്ട കളി, ഈ എന്താ പറയേണ്ട കൂട്ടിക്കൊടുപ്പ് കളി ഉണ്ടല്ലോ, ഒരു ഘട്ടത്തിൽ ശബരിമലയിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെ കാറ്റിൽ പറത്താൻ വേണ്ടി അവിടെ യുവതികളെ കയറ്റാൻ വേണ്ടി എല്ലാ ചെറ്റത്തരങ്ങളും കാണിച്ച ആളുകൾ ഇന്ന് മതപണ്ഡിതന്മാർ നിയമങ്ങൾ പറയുമ്പോൾ അതിനെതിരെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരെയും നേരിടാൻ ആളുകൾക്കറിയാം. വിശ്വാസി ആയതുകൊണ്ട് പ്രതിഷേധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരെയും വിമർശിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്ത ഭാഷയിൽ ശ്രീമതിയൊക്കെ അറിയാവുന്നതിൻ്റെ ഡബിൾ ഇരട്ടി ശക്തമായ ഭാഷയിൽ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും സമൂഹത്തിന് മുന്നിൽ വെക്കാൻ അറിയുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്ന മതപണ്ഡിതന്മാരെ ദീന് പറയാൻ അവരെ ഉത്തരവാദിത്തപ്പെടുത്തിയതാണ്, അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരത് പറയുന്നത് ഒരു കാര്യം ആലോചിക്കേണ്ടത് വിശ്വാസി സമൂഹത്തോടാണ്, അതല്ലാതെ ചാനലുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടോ അല്ലെങ്കിൽ AKG സെൻറ്ററിൽ ഇരിക്കുന്നവരോടോ എല്ലാ നിർദ്ദേശങ്ങൾ നൽകുന്നത് കേരളത്തിലെ വിശ്വാസികളായ ആളുകളോടാണ് അവർ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ടെങ്കിൽ ആ പൊട്ടുന്ന കുരു നല്ല ഒന്നാന്തരം പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കാനും വിശ്വാസികൾക്ക് അറിയാമെന്നുള്ളത് മനസ്സിലാക്കുക. ഇവർ കമ്മ്യൂണിസം പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇവർ കഴിഞ്ഞ ദിവസം ഒരു പ്രദർശനം നടത്തിയല്ലോ ഇവരുടെ DYFIയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ. എന്തായിരുന്നു ആ പ്രദർശനം? എന്നിട്ട് പറഞ്ഞതെന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്താ ആവിഷ്കാര സ്വാതന്ത്ര്യം? എന്താണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം? എന്താണ് അതിന് മാത്രം പ്രാധാന്യമുള്ളത്? എന്ത് പ്രാധാന്യമാണ് അതിനുള്ളത്? മറ്റേ അടിയന്തരാവസ്ഥക്കാലത്ത് ഏതോ പറയുന്ന ഒരു സ്ത്രീ അനുഭവിച്ചതിൻ്റെ എന്താ പറയേണ്ടത് റീക്രിയേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അടിയന്തരാവസ്ഥക്കാലവും ഇന്നത്തെ ഈ AI കാലവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇല്ലേ? ഇനി അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് നടന്ന പല ഇൻസിഡൻറ്റുകളുണ്ടല്ലോ. 2002 ഗുജറാത്ത് കലാപമുണ്ടല്ലോ, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതാണല്ലോ. അതെന്താ ചർച്ച ചെയ്യാത്തത് അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ വർഷം മണിപ്പൂരിൽ നടന്ന സംഭവ വികാസങ്ങളുണ്ടല്ലോ, എന്താ അത് ചർച്ച ചെയ്യപ്പെടാത്തത്? അതിനൊക്കെ പകരം അടിയന്തരാവസ്ഥക്കാലം തന്നെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ്? വളരെ കൃത്യമായിട്ട് സമ്മേളനത്തിന് ആളെ വേണോ, നഗ്നത തുറന്ന് വെക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നിലുള്ള താല്പര്യം അല്ലേ? ഇപ്പം നിങ്ങൾ ഈ സിനിമകളിൽ കണ്ടിട്ടില്ലേ? ചില സിനിമകളിൽ ഈ പറയുന്ന എന്താ പറയണ്ടേ സിനിമയുമായിട്ടോ അതിൻ്റെ കഥയുമായിട്ടോ അതിൻ്റെ പശ്ചാത്തലവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ പെട്ടെന്ന് ഒരു പെടുന്നനെ ഒരു ഐറ്റം സോങ് ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്ന കണ്ടില്ലേ? എന്തിനാ? കാഴ്ചക്കാരെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിലൊരു ആവിഷ്കാരമായിരുന്നു ഈ പറയുന്ന സംസ്ഥാന സമ്മേളന വേദിയിൽ കണ്ടത്. എന്നിട്ട് അതിനെ പേരിട്ട് വിളിച്ചത് കലാവിഷ്കാരം. തുണി പറിച്ചടിക്കുന്നതിനെ കലാവിഷ്കാരം എന്നാണ് പറയുന്നത് ഇപ്പോൾ. തുണി പറിക്കുന്നതൊക്കെ കലാവിഷ്കാരം, തുണി പറിക്കാത്തതൊന്നും കലാവിഷ്കാരമല്ല. അതാണ്. അപ്പോൾ ശ്രീമതിയോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇപ്പം ഇത് ശ്രീമതിയുടെ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ AKG സെൻറ്ററിൽ ഇരിക്കുന്നവരോടോ കമ്മ്യൂണിസ്റ്റുകാരോടോ ഒന്നുമല്ല കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. അവർ പറഞ്ഞത് കൃത്യമായിട്ട് ഈ ഉമ്മത്തിനോടാണ്, വിശ്വാസികളോടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസികൾക്ക് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടാകുമ്പോൾ, അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഒരു പണ്ഡിതൻ്റെ ധർമ്മമാണ്. അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉരുപൊട്ടേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഏത് കാലഘട്ടമാണെങ്കിലും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ കാലഘട്ടം? മാറിയ കാലഘട്ടം. എന്താ ഈ മാറിയ കാലഘട്ടം? മാക്സിമം സ്ത്രീയുടെ നഗ്നതയെയും യൂട്ടിലൈസ് ചെയ്ത് സ്വന്തം ബാങ്ക് ബാലൻസും സ്വന്തം ബിസിനസ്സും വളർത്തിയെടുക്കാനുള്ള പണിയെടുക്കുക. അതിനപ്പുറം എന്താ ഈ കാലഘട്ടം? ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇതല്ലേ കാലഘട്ടം? ഇതിനപ്പുറം എന്താ കാലഘട്ടമുള്ളത്? സ്ത്രീയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അരാജകത്വം ഇങ്ങനെ പടർത്തി പന്തലിപ്പിക്കുക.
അല്ലേ? ഒരു ധാർമ്മികതയും ഇല്ലാതെ എന്ത് തോന്നിവാസവും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇപ്പോഴത്തെ സ്വാതന്ത്ര്യം. എന്ത് തോന്നിവാസം കാണിക്കുക, അരാജകവാദികളായിട്ട് അങ്ങനെ വിഹരിക്കുക, സ്വതന്ത്രമായി വിഹരിക്കണം, അതിനു വേണ്ടിയിട്ട് അരാജകവാദികളാകാൻ വേണ്ടി, അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തോന്നും പോലെയൊക്കെ ജീവിക്കണം, മൃഗങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? ഈ പറയുന്ന സ്ത്രീയുടെ നഗ്നത വിറ്റ് അതിൽ നിന്ന് സ്വയം പോക്കറ്റ് വീർപ്പിച്ച് നടക്കുന്നവർ, അവർക്കാണ് സ്ത്രീകൾ എന്താ പറയേണ്ടത്, ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് പറയുമ്പോൾ അവർക്കാണ് ഏറ്റവും വലിയ വേദന. കാരണം അവരുടെ ബിസിനസ്സിനെയാണ് ഇതിൽ ബാധിക്കുന്നത്. എല്ലായിടത്തും സ്ത്രീകളെ ചൂഷണം ചെയ്യുക, സ്ത്രീയുടെ നഗ്നത ചൂഷണം ചെയ്യുക, സ്ത്രീയുടെ ശരീരത്തെ ചൂഷണം ചെയ്യുക, അല്ലേ? അതാണ് മാറിയ കാലം. അതാണ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് കാലഘട്ടം. പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയകളിൽ മെമ്പർഷിപ്പ് ഓൺലി ടെലികാസ്റ്റുകൾ. മെമ്പർഷിപ്പ് ഓൺലിയാ, പണം മുടക്കി മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം കാണാൻ പറ്റുന്ന ചില എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകൾ. എന്താ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റുകളിൽ? മാക്സിമം നഗ്നതകൾ തുറന്നു കാണിച്ച് അതിലൂടെ പണം വാരുക. ഇതാണ് മാറിയ കാലഘട്ടം. അപ്പോൾ ഇത്തരം അരാജകത്വങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ, ഇത്തരം എന്താ പറയേണ്ടത് ജീർണതകൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ ഞങ്ങൾ നേരിടുമെന്നാണ് പറയുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റുകാരാ, നീയും നിന്റെ മുത്തുമുത്തപ്പൻ കാറൽ മാക്സ് മുത്തപ്പൻ മുതൽ തീരുമാനിച്ചാൽ അതങ്ങ് നേരിട്ട് ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അത്തരം വാക്പ്രയോഗങ്ങളും അല്ലെങ്കിൽ എന്തോ ഞങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കിക്കളിയും മൂക്കിൽ വലിക്കും, അതൊക്കെ ശ്രീമതിയൊക്കെ വീട്ടിലുള്ളവരോട് പറഞ്ഞാൽ മതി. ഇത്തരം വാക്കുകളൊക്കെ ശ്രീമതി കമ്മ്യൂണിസം പറഞ്ഞോ, ശ്രീമതി കമ്മ്യൂണിസം പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ശ്രീമതി പച്ച നുണ വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ശ്രീമതി വ്യാജങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ പച്ച നുണയുമായി ഇറങ്ങിയിട്ട് ശ്രീമതി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീമതി ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി നടന്നിട്ടുണ്ടല്ലോ, ബാലനും ശ്രീമതിയും കൂടിയിട്ട് അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ത്രീ വന്നിട്ട് തനിക്കെതിരെ അക്രമം നടന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടി ആഫീസിൽ വെച്ച് തന്നെ തീർക്കാൻ അളവെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ കുറേ കാലം ശ്രീമതിയും ബാലനും കൂടിയിട്ട്? അതിൻ്റെ ധാർമ്മികത എന്താണെന്ന് കൂടി ശ്രീമതി പറയേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഒരു സ്ത്രീയെ ആക്രമിക്കപ്പെട്ടിട്ട് അത് ഈ പറയുന്ന നിയമത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ എങ്ങനെ പാർട്ടി ആഫീസിൽ AKG സെൻറ്ററിൽ വെച്ച് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ബാലനൊപ്പം അളവെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ധാർമ്മികതയെക്കുറിച്ചൊന്നും കൂടുതൽ പറയിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ആളുകൾ കൃത്യമായിട്ട് ദീൻ പറയും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പറയുന്നത് കേരളത്തിലെ ചാനലുകാരോടോ അല്ലെങ്കിൽ ഈ പറയുന്ന AKG സെൻറ്ററിൽ ഇരിക്കുന്ന ആളുകളോടോ അല്ല പറയുന്നത്. അവർ പറയുന്നത് ഈ പറയുന്ന ഉമ്മത്തിനോടാണ്, വിശ്വാസികളോടാണ്. അത് ഇനിയും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദീന് പറഞ്ഞതിൻ്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാരെ വേട്ടയാടാമെന്നൊക്കെ ശ്രീമതിയും സഖാക്കളും കമ്മ്യൂണിസ്റ്റുകാരും ഇനി ചാനലുകാരും ആരൊക്കെ എന്തൊക്കെ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങോട്ട് എന്താ പറയണ്ട, അപമാനിച്ച് ഒരു പണ്ഡിതനെ അധിക്ഷേപിച്ച് അങ്ങ് ഇല്ലാതാക്കാമെന്നൊന്നും കരുതണ്ട. കാരണം കൃത്യമായ പ്രതിരോധം തീർക്കാൻ ഈ ഉമ്മത്തിലെ വിശ്വാസികൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ചാനലുകാരാണെങ്കിലും ശ്രീമതിയാണെങ്കിലും സഖാക്കളാണെങ്കിലും AKG സെൻറ്ററിൽ ഇരിക്കുന്നവരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ആരാണെങ്കിലും അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ.